15കാരനായ മകനെ ഭീകര സംഘടനയായ IS ചേരാൻ പ്രേരിപ്പിച്ചതിന് നിർണായക വിവരങ്ങൾ ന്യൂസ് 18. അമ്മയ്ക്കും അമ്മയുടെ ആൺസുഹൃത്തിനുമെതിരെ UAPA ചുമത്തിയ കേസിൽ FIR പുറത്തു വന്നു. 2021 നവംബർ 1-നും 2025 ജൂലൈ 31-നും ഇടയിലാണ് സംഭവം. 2025 നവംബർ 14-നാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് സംഭവത്തിൽ കേസെടുത്തത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഒരു 15കാരനെ ഭീകര സംഘടനയായ IS ചേരാൻ പ്രേരിപ്പിക്കുന്നു. അതിൻ്റെ കൃത്യമായ വിവരങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്താണ് FIR പറയുന്നത്? ഈ പ്രധാനമായി 2021 നവംബർ മാസത്തിനും 2025 ഒക്ടോബർ മാസത്തിനും ഇടയിൽ ഇംഗ്ലണ്ടിലും വെഞ്ഞാറമൂട്ടിലുമായി വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ 15 വയസ്സുകാരൻ ആറ്റിങ്ങൽ DYSP ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടുന്ന കാര്യം, നെടുമങ്ങാട് സ്വദേശിനിയായ തൻ്റെ മാതാവ് പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഒരാളെ വിവാഹം ചെയ്തതോടെ മതം മാറി ഇയാൾ പേര് മാറ്റുകയായിരുന്നു. അതിനുശേഷം ജോലിയുമായി ബന്ധപ്പെട്ട് അവർ ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ വെച്ച് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബ സുഹൃത്ത് മതപരമായ കാര്യങ്ങളിൽ വളരെയധികം ഇവരെ പഠിപ്പിക്കുകയും അങ്ങനെ തീവ്ര മതാനുഷ്ഠാനങ്ങളിലേക്ക് കടക്കാൻ പ്രേരണ ചെലുത്തുകയും ചെയ്തു. അതിൽ തൻ്റെ അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ പിതാവ് ഈ സുഹൃത്തുമായി ഉൾപ്പെടെ അകലം പാലിക്കാൻ തുടങ്ങി. പക്ഷേ തൻ്റെ അമ്മ ഈ സുഹൃത്തുമായി വളരെ അടുത്ത ഒരു ബന്ധത്തിലേക്ക് എത്തുകയും അങ്ങനെ ഈ അച്ഛനും അമ്മയും തമ്മിൽ അകന്നു മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനിടയിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ 15 വയസ്സുകാരനെ കേരളത്തിലേക്ക്, ഈ ആറ്റിങ്ങലിലേക്ക് കൊണ്ടുവന്ന് ഒരു അനാഥാലയത്തിൽ ആക്കുകയായിരുന്നു. അങ്ങനെ എത്തിക്കുന്നതിന് മുമ്പാണ് ഈ വീട്ടിൽ വെച്ച് ഈ അമ്മയുടെ രണ്ടാം ഭർത്താവ് തന്നെ നിരന്തരമായി ലാപ്ടോപ്പിൽ ISIS ഭീകരവാദികളുടെ കൊലപാതകങ്ങൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും പ്രഷർ കുക്കറിനുള്ളിൽ വെച്ച് ബോംബുണ്ടാക്കുന്ന ദൃശ്യങ്ങളും അടക്കം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തുന്ന ദൃശ്യങ്ങൾ തുടർച്ചയായി കാണിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ISISൻ്റെ ഭാഗമാക്കണമെന്ന ആവശ്യം നിരന്തരമായി മുമ്പോട്ട് വയ്ക്കുകയായിരുന്നു. അതിനായി സിറിയയിലേക്ക് പോകണമെന്ന് തന്നെ നിർബന്ധിച്ചുവെന്നും FIR-ൽ പരാമർശമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ പോലീസ്, വെഞ്ഞാറമൂട് പോലീസാണ് UAPA ചുമത്തി ഈ അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതികളാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. സമാന്തരമായ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ നടത്തിക്കൊണ്ടും ഇരിക്കുന്നു. എടുത്തു പറയേണ്ട കാര്യം, മോദിയാണ് ഇന്ത്യയുടെ ശാപം, മോദിയെ വധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് തന്നോട് പറഞ്ഞതെന്നും ഈ 15 വയസ്സുകാരൻ മൊഴി നൽകിയിട്ടുണ്ട്. ആ FIR-ന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം ഒരു പ്രായപൂർത്തിയാകാത്തൊരു ആൺകുട്ടിയെ തീവ്രവാദ സംഘടനയിൽ ചേർക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നു. ഈ അമ്മയുടെ ആൺസുഹൃത്തിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെയെങ്കിലും പരിശോധിക്കേണ്ടതല്ലേ? ഇയാളുടെ ഒരു ബന്ധം എന്താണ്? ഈ ഇത്തരം തീവ്രവാദ സംഘടനകളുമായി കൃത്യമായും ഇടപെട്ട് പോരുന്ന, അതിൽ കൃത്യമായൊരു പങ്കുള്ള വ്യക്തിയാണോ ഈ ആൺസുഹൃത്ത്? മായ വിവരങ്ങൾ മാത്രമാണ് നമുക്കും ലഭിച്ചിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഗൗരവമേറിയൊരു കേസായതിനാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ, കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ഉദ്യോഗസ്ഥർ ആരും തന്നെ പൂർണ്ണമായി തയ്യാറാകുന്നില്ല. കാരണം ദേശീയ അന്വേഷണ ഏജൻസി അടക്കം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അത്തരത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ കേസിനെ പരിഗണിച്ചിരിക്കുന്നത്. ഈ അമ്മയുടെ ആൺ സുഹൃത്തിന്, അതായത് ഈ രണ്ടാം ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് ഈ സംഘടനയുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണോ ഇവരെ അതിലേക്ക് ചേർക്കാനായി ശ്രമിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് ഈ 15 വയസ്സുകാരനെ ആറ്റിങ്ങലിലെ ഒരു അനാഥാലയത്തിൽ എത്തിക്കുകയായിരുന്നു. അനാഥാലയത്തിൽ വെച്ച് ഈ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് അനാഥാലയത്തിൻ്റെ അധികൃതരാണ് കുട്ടിയുടെ അച്ഛനെ വിവരം അറിയിച്ചത്. തുടർന്ന് പത്തനംതിട്ടയിലെ പന്തളത്ത് നിന്ന് ഇവരുടെ ഈ ബന്ധുക്കൾ എത്തി, ഈ അച്ഛൻ്റെ ബന്ധുക്കൾ എത്തിയാണ് പോലീസിൽ പരാതി നൽകുകയും ആ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഈ 15 വയസ്സുകാരനിലെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ 15 വയസ്സുകാരൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പങ്കുവെക്കുകയും പിന്നീട് അത് മൊഴിയായി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ നിജസ്ഥിതി പ്രാഥമികമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ UAPA ചുമത്തി ഈ അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവർ ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല. ഒരുപക്ഷെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി അവരെ ഉടൻ തന്നെ തുടർ നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. അതോടൊപ്പം NIA ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായും ഈ 15 വയസ്സുള്ള ഈ ആൺകുട്ടി ഇപ്പോൾ എവിടെയാണ്? ഇവർക്കൊപ്പമാണോ അതോ സർക്കാരിൻ്റെ സംരക്ഷണയിലേക്ക് മാറ്റിയിട്ടുണ്ട്? കാരണം ഇത്തരമൊരു തീവ്രവാദ ബന്ധമുള്ള ആളുകൾക്കൊപ്പം ആ കുട്ടിയെ നിർത്തുന്നു. മാത്രമല്ല രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടിയിൽ, ആ 15-കാരനിൽ ഇഞ്ചക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അതായത് അങ്ങേയറ്റം ഒരു ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ഒരു കുട്ടിയെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേസിൻ്റെ സ്വഭാവം തന്നെ ഏറെ ഗൗരവമുള്ളതാണ്. ഈ പ്രതികളുടെ ഈ അമ്മയും ആൺസുഹൃത്തും ഏത് നാട്ടുകാരാണ്? അതായത് തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണോ? തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയാണ് ഈ കുട്ടിയുടെ അമ്മ. അവർ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അതിനുശേഷം വിവാഹത്തെ തുടർന്ന് പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഒരു യുവാവിനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ മതം മാറുകയാണ്. മതം മാറി പേരും മാറ്റി അതിനുശേഷമാണ് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കുട്ടി ആറ്റിങ്ങലിലാണ്. ഈ പരാതി നൽകുന്ന സമയത്ത് ആറ്റിങ്ങലിലെ ഒരു അനാഥാലയത്തിലാണ്. അവിടെ വെച്ച് അനാഥാലയത്തിൻ്റെ അധികൃതരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ ഈ കുട്ടിയുടെ അച്ഛന് കൈമാറുന്നത്. അങ്ങനെ അച്ഛൻ്റെ ബന്ധുക്കളെത്തി പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ. നിലവിൽ ഈ കുട്ടി കൃത്യമായി ഇവരുടെ നിരീക്ഷണത്തിലാണ്. മാതാപിതാക്കൾക്കൊപ്പമല്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ അനാഥാലയത്തിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ കുട്ടി ഇങ്ങനെയൊരു പരാതി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൽ കൃത്യമായി മൊഴിയിൽ ഗുരുതരമായ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ കുട്ടിയുള്ളത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകി.